NREG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സമരത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. മാർച്ചിന്റെ ഭാഗമായി NREG വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിൽ സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിലാളികളുടെ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ പങ്കെടുക്കുന്നതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം വകയിരുത്താത്ത കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും വേതനം 600 രൂപയായി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് NREG വർക്കേഴ്സ് യൂണിയൻ സമരം നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം K. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ തൊഴിലാളി സഖാക്കളെയും NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാന വ്യാപകമായി ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടക്കുകയാണ്. ഈ വർഷം കഴിയാറായി. ഒരു മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ പോലും നൽകാൻ കഴിയാത്ത രൂപത്തിൽ കേന്ദ്ര BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കേന്ദ്ര ബഡ്ജറ്റ് വിഹിതത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് കേന്ദ്ര BJP ഗവൺമെന്റും ധനകാര്യമന്ത്രിയും തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 വർഷം മുമ്പ് 1,23,000 കോടി രൂപ അടങ്കലുണ്ടായിരുന്ന ഇന്ന് 2023-24 ബഡ്ജറ്റിൽ CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC വാസുദേവൻ, B രാജേഷ്, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ദ്വാരകനാഥൻ, K ജയകുമാർ, M വിലാസിനി, C ജയശ്രീ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.